CPM ഒരു ബീവറേജ് വേണ്ടെന്ന് തീരുമാനിച്ചാൽ വേണ്ടെന്ന് തന്നെയാണ്. MLAയുടെ ഇടപെടൽ അവകാശവാദം മാത്രമാണെന്നും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. എന്നാൽ കാഞ്ഞിരത്തെ ബീവറേജ് പ്രശ്നം പാർട്ടിക്ക് മുൻപിൽ വന്നിട്ടില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. കാഞ്ഞിരത്തെ ബീവറേജ് പാർട്ടിക്ക് വേണ്ടെന്ന് തീരുമാനിച്ചുകൂടെ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. MS ഹൈസ്കൂള് അതിൻ്റെ അടുത്തൊരു ബീവറേജ് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ MLA പറഞ്ഞ് ഞാനാണ് എന്നാണ്. ആ അല്ലേ? അതെ, ഞാനാണ് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, CPMന് ബീവറേജ് ഔട്ട്ലെറ്റ് ഇന്നവിടെ വേണ്ട എന്ന് തീരുമാനിച്ചാൽ വേണ്ട തന്നെ. അതിപ്പോ MLAന്റെ ശുപാർശൊന്നും വേണ്ട കാര്യമില്ല. പക്ഷെ ഇവരൊക്കെ അവകാശപ്പെട്ട് കളയും. CPM ഒരു ബീവറേജ് വേണ്ടെന്ന് തീരുമാനിച്ചാൽ വേണ്ടെന്ന് തന്നെയാണ്. MLAയുടെ ഇടപെടൽ അവകാശവാദം മാത്രമാണെന്നും CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. മണ്ണാർക്കാട് കോളേജ് പരിസരത്ത് ബീവറേജ് ഔട്ട്ലെറ്റ് വേണ്ടെന്ന് വെക്കാൻ തന്നെയും ആളുകൾ സമീപിച്ചിട്ടുണ്ടെന്നും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. ഈ കാര്യം വേണ്ട വെക്കാൻ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും അവിടെ വരാൻ പോകുന്നില്ല, അതേക്കുറിച്ച് ബേജാറാവണ്ട. ഇപ്പൊ നമുക്കത് പറയാൻ സാധിക്കുമല്ലോ, പറയാൻ പറ്റില്ലേ? എവിടെ ഇത് വേണം വേണ്ട എന്ന് പറയാൻ പറ്റുന്ന പാർട്ടിയാണല്ലോ ഇപ്പൊ നമ്മള്. അപ്പൊ ഞാൻ പറയുന്നത്, പല കാര്യങ്ങളും ഈ കേരളത്തിൽ നമ്മൾ ചെയ്യും, ഞങ്ങളുടെയാണെന്ന് അവകാശപ്പെടും. ഈ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സൈസാണത്. നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഞങ്ങൾക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. ഈ നാട്ടിലെ സാധാരണ മനുഷ്യൻ, ആ മനുഷ്യന് എന്തെല്ലാം കഷ്ടനഷ്ടങ്ങളുണ്ടോ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ഹൈലൈറ്റ് ചെയ്ത് കളയാമെന്ന നിലപാടാണ് മണ്ണാർക്കാട്ടെ മാധ്യമപ്രവർത്തകർക്കുള്ളെന്ന് സുരേഷ് ബാബു പരിഹസിച്ചു. മണ്ണാർക്കാട് ഭയങ്കര മാധ്യമങ്ങളുടെ മണ്ണാർക്കാട്ടിലെ മാധ്യമങ്ങൾ എങ്ങനെയാ ചോദിച്ചാ, ഇപ്പൊ നമ്മളെങ്ങനെ ഫോട്ടോ എടുക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല. ഇവൻ എന്തെങ്കിലും പറഞ്ഞാ അതിനെ അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്ത് കളയാ. ഇത്രയേ ഉള്ളൂ അവരുടെ. നിങ്ങൾ വിചാരിക്കുന്നതൊന്നും സുരേഷ് ബാബുവിന്റെ വായിന്ന് കിട്ടില്ല. അതിനെ പറ്റി ആളുകൾ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്നെ കിട്ടില്ല അതിന്. അതുകൊണ്ട് നിങ്ങളിപ്പോ ഞാൻ വരുന്നവിടെയൊക്കെ വരുന്നത് വെറുതെ വേസ്റ്റ് ആട്ടാ. ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ നന്നായിട്ട് ഈ വീട് ചെയ്തതിന് കൊടുക്കുക. അത് നിങ്ങൾ ആരും മോശക്കാരാണെന്ന് പറഞ്ഞിട്ട് പറയുന്നതല്ല. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളിൽ എവിടെയെങ്കിലും തല കാണിക്കുക, എന്നിട്ട് അവരുടെ മുമ്പിൽ ഒരാളാവുക, ഇതൊന്നും ഞങ്ങളുടെ അജണ്ടയിലേ ഇല്ലാത്ത കാര്യമാണ്. അതേസമയം താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് സുരേഷ് ബാബു തിരുത്തി. ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മയില്ല. അതെ, ഞാൻ പറഞ്ഞത് ഇപ്പോ പാർട്ടിയാണല്ലോ, അത്യാവശ്യം തീരുമാനങ്ങൾ എടുക്കാലോ എന്നാ പറഞ്ഞു. അല്ലാതെ പാർട്ടി തീരുമാനിച്ചതല്ല. അതെ, ഇതാണ് അതിന്റെ അർത്ഥം. അതിനർത്ഥം ഇപ്പൊ നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി അല്ല ഞാൻ പറഞ്ഞത്. കാഞ്ഞിരത്ത് ജനങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് വരില്ല. പറഞ്ഞു മനസ്സിലായി? കാഞ്ഞിരത്ത് ജനങ്ങൾ അതിനെതിരാണെങ്കിൽ ഞങ്ങൾക്കൊരു മറ്റേ നിർബന്ധ ബുദ്ധിയില്ല ഈ കാര്യത്തിൽ. അത് വരില്ല. ജനങ്ങളുടെ മനസ്സനുസരിച്ചാണല്ലോ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഷാപ്പ് വരുന്ന എന്നുള്ളതൊന്നുമല്ല ഞങ്ങളുടെ അജണ്ട. ആ ബ്രാൻഡ് ഷാപ്പ് വരുന്നത് കൊണ്ട് അവിടെ ജനത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ പ്രശ്നം. ആ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് ഏത് ഈ ബീവറേജ് ഔട്ട്ലെറ്റ് വന്നാലും ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റാൻ അത് വരുത്താണ്ടിരിക്കുക എന്നുള്ളതാണ്. എവിടെ? എന്താ കല്ലമല? പാർട്ടി കല്ലമല പോകേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് എല്ലാം തന്നെ അറിയാം. അവിടെ ഒരു ഇഷ്യൂസ് അവിടെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും. അതെ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞത് ഞാൻ ഇംഗ്ലീഷിലല്ല പറഞ്ഞത്, തെലുങ്കിലും അല്ല, കർണാടകത്തിലും അല്ല, പിന്നെ മലയാളത്തിലാണല്ലോ ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്താ പറഞ്ഞത്? ജനങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആ ജനങ്ങളുടെ പ്രശ്നത്തിന്റെ ഒപ്പമാണ് CPM. മനസ്സിലായ? അപ്പൊ ആ ജനങ്ങളുടെ മനസ്സിലെ വിഷയം മനസ്സിലാക്കിയിട്ട് മാത്രമേ ഞങ്ങൾ ആ പ്രശ്നം
പരിഹരിക്കുള്ളൂ. അപ്പൊ വേണ്ടതാണെങ്കിൽ ആ വേണ്ടാത്തതിനൊപ്പമാണ് CPM. എന്നാൽ താൻ മണ്ണാർക്കാട്ടെ മാധ്യമപ്രവർത്തകരെ ആക്ഷേപിച്ചിട്ടില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല മണ്ണാർക്കാട് മീഡിയാസ് ഇവിടെ നിരവധിയുണ്ട്. ആ മീഡിയാസ് ചില വാർത്തകൾക്ക് വേണ്ടിയിട്ടാ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. വാർത്തകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ വരുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ എന്തിനാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ക്യാമറയിൽ തന്നെ എടുത്താലും സുരേഷ് ബാബുവിന് ഒരു പ്രശ്നവുമില്ല. മനസ്സിലായില്ലേ? ഒരു പ്രശ്നമില്ല. ഞാൻ നിങ്ങളെ ആക്ഷേപിച്ചതല്ല. ഒന്ന്, നിങ്ങൾ സാധാരണഗതിയിൽ ഇവിടെ ഞങ്ങളുടെ അടുത്തൊന്നും കാണാത്ത മീഡിയാസ് ഇവിടെ ഉണ്ട്. അതാണ് ഒന്ന്. മണ്ണാർക്കാട് വന്നു. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമൊന്നും സുരേഷ് ബാബുവിന്റെ വായിൽ കിട്ടില്ല. അതാണ് ഉദ്ദേശിച്ചത്. കുമരംപുത്തൂർ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ബാബു. CCN മണ്ണാർക്കാട്.